കറക്റ്റ് ടൈമിലാണല്ലോ ഞാൻ എത്തിയത്. ഞാൻ വരുമെന്ന് പറഞ്ഞ് മൂന്നാമതൊരു ഫ്ലൈറ്റ് എടുത്ത് വെച്ചല്ലേ. കൊള്ളാം കൊള്ളാം. ഇവള് മര്യാദയൊക്കെ പഠിച്ചാ? ഈ പ്ലേറ്റ് ആർക്ക്? അവൾക്കാ? അതെ. എടാ അടുക്കളക്കാരി അടുക്കളയിരുന്ന് കഴിക്കണം, അതാണ് മാന്യത കേട്ടാ. അതാണ് തലയിൽ കയറി ഇങ്ങനെ നിരങ്ങുന്നത്, മനസ്സിലായ? ഞാൻ അവളൊന്ന് മര്യാദ പഠിപ്പിച്ചിട്ട് വരാം. വേണ്ട, നീ മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്. നീ ധൈര്യമായിട്ടേ. അത് വേണോ? സൂപ്പർ മോൻ, പിന്നെ മോനെ ടൈം നന്ദി വേണം. ഹലോ, ഞാൻ ഒരു പെണ്ണ് കാണാൻ ചടങ്ങ് നീക്കുക, പിന്നെ വിളിക്കാം. നല്ല മോരായിരുന്നു, ഞാൻ കുടിച്ച്. സൂപ്പർ. അതിനൊന്നുമില്ല, അച്ഛനെനിക്ക് നേരത്തെ അറിയാം കുട്ടിയുടെ. എൻ്റെ കുട്ടി എങ്ങനെയാണാവോ? എല്ലാ ചീഞ്ഞ കാര്യത്തിൽ ഇടപെടുന്ന ആളാന്ന് എനിക്കറിയാം. കൂടുതൽ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്ന ആ തിളച്ച വെള്ളമെടുത്ത് ഞാൻ മുഖത്തൊഴിക്കും. കാണിച്ചേരാടി. നീ പറഞ്ഞ ശരിയാ, അവൾക്ക് അല്പം തണ്ട് കൂടുതലാ. അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. എന്തിന്? ഒരു മര്യാദ ഇല്ലെന്ന് പറഞ്ഞു വിട്ടേക്ക്. എടാ മണിയെ നീ തന്നെയല്ലേ പറഞ്ഞേ ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന്. പിന്നെ പറഞ്ഞു വിട്ടെങ്ങനെ? എടാ എന്നെ അച്ഛനെ സഹായിക്കാനല്ല അവളോട് വന്നത്. അവളുടെ ഇവിടുത്തെ അടിമയൊന്നല്ലല്ലോ. അവള് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം? അപ്പൊ എന്റെ വാക്കിനൊരു വിലയില്ലടേ. സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ നിന്ന് പോണമെന്നുണ്ട്, ഭക്ഷണം കഴിക്കാതെ. മണിയാ ഡാ, എന്നാ പിന്നെ വൈകുന്നേരം കലങ്കനെടുത്ത് വെച്ച് കാണാം. എന്റെ കയ്യിൽ പൈസ ഇല്ലാതായി പോയി, അല്ലെങ്കിൽ ഈ ഭക്ഷണമൊക്കെ ഹോട്ടലിലും കിട്ടും. അങ്ങനെ നീ ഒരു പെണ്ണെ കണ്ടപ്പോൾ നീ എന്നെ വിട്ടല്ലേ അല്ലേ? ശരി, നന്ദിയില്ലാത്ത മണി. എന്ത്? നിനക്കിഷ്ടപ്പെട്ട സൂപ്പർ മോര് കുറച്ച് ഒഴിക്കട്ടെ? മായയുടെ കഴിക്കടാ. മോരത്ര പോരാ. മണിയും പറയായിരുന്നേ നല്ല ഉഗ്രം മോരായിരുന്നു. മണിയൻ എന്താ പറഞ്ഞത് ഞാൻ കേട്ടു. രണ്ടാണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ വന്നിട്ട് ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇവിടെ ഒരു പാവ അച്ഛനും പിന്നെ ഒരു ബോറിനും ഉള്ളതെന്ന് അറിഞ്ഞിട്ട് ഞാനിവിടെ ജോലിക്ക് വന്നത്.